അങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് മീനാക്ഷി ഒരേ കയർ പൊട്ടിക്കലാണ് ഇവിടെ അവർക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ തിന്നണം. അപ്പൊ ഇന്നലെ നമ്മളെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയതിന്റെ കുറച്ച് ചിക്കൻ നമ്മൾ മാറ്റി വെച്ചു അല്ലേ. ഈ കൊതിച്ചിക്ക് കുറച്ച് ബ്രോസ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ, നമ്മൾ ഇവിടെ ഒരു ബ്രോസ്റ്റഡിന്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ ഇത് നമുക്കൊരു 3 മണിക്കൂർ ചിക്കൻ ഇതിനകത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം അല്ലേ. അപ്പം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കിയാലോ. നേരെ നമുക്ക് നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കന് വേണ്ടി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു പാക്കാണ് ബ്രോസ്റ്റഡ് ചിക്കൻ്റെത്. അപ്പോൾ ഇതൊരു 350 ഗ്രാമാണ്. അതുപോലെ തന്നെ മുട്ട ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് പൊട്ടിക്കുക. ആദ്യമായി വിരൽ ഇതെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു. അത് ആദ്യമേ പറയുന്നതാ. അതുപോലെ ഒരു 2 കവറുണ്ട് നമുക്ക്. ഈ 2 കവർ മാത്രമേ ഉള്ളൂ. നമുക്കിത് ഒരു 150 ml വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരിക്കാം. അപ്പൊ നേരെ പോയാലോ. ഈ പൊട്ടിച്ച അത് ഇത്രയും ഒരു 100 ml വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് മൊത്തം അലമ്പാണ്. നിങ്ങൾ ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ മൊത്തം രണ്ടും കൂടെ വന്നിട്ട് അലമ്പാക്കുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അതിൻ്റെ വില വരുന്നത് വെറും 125 രൂപ സംതിങ് ആണ്. 100 ml ആണ് എടുത്തിട്ടുള്ളത്. ഇത് 200 നമ്മൾ 100 പകുതി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മക്കളെ അലമ്പാക്കാതെ. ഒരു ചായയുടെ പരുവായിട്ടുണ്ട്. കട്ട ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് നല്ല വൃത്തിയായത്. ഇപ്പൊ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് വാങ്ങിച്ച് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇടും. അപ്പോൾ ഇങ്ങനെ ചിക്കൻ ഇട്ട് ഇതൊരു 3 മണിക്കൂർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. വെള്ളം വേണ്ട. നമ്മൾ നീ കൈയിട്ട് മിക്സ് ചെയ്യണ്ട. നീ അല്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്രീസറിലല്ല വെക്കുന്നത്. നമ്മളെ സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ട് നല്ല വൃത്തിയായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത അമ്പലത്തിൽ ഉത്സവമുണ്ട്. ഭയങ്കര സൗണ്ടാണ്. മാക്സിമം പറയാൻ പറ്റുന്ന രീതിക്ക് പറയുന്നുണ്ട്. ഓക്കെ, ബൈ. അപ്പൊ നമ്മള് നമ്മള് മസാലയൊക്കെ ഇട്ട് നമ്മള് ചിക്കൻ സെറ്റ് ചെയ്ത് നമ്മൾ ഇതിൽ വേറെ ഒന്നും ഇട്ടില്ല. അവര് തന്ന ആ മസാല മാത്രമാണ് ഇട്ട് തിക്ക് പറയാം. ഇതിനകത്തോണ് മറ്റേ കോൺഫ്ലവർ ഒക്കെ ഉണ്ടെന്ന് കേട്ടോ. നല്ല തിക്കായിരിക്കും. അപ്പൊ ഇനി ബാക്കി നമ്മളാ ബ്രോസ്റ്റഡ് ചിക്കൻ സെറ്റ് ചെയ്തെടുക്കാം. ഇനി എന്തൊക്കെ ചെയ്യും മീനാക്ഷി? ചെയ്തിട്ടുണ്ടോ ഇത്? നമ്മളെല്ലാം നോക്കി വെച്ചിട്ടാണ് എന്റെ അടുത്ത് മാമ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞ. നമുക്ക് ബാക്കി ചെയ്യാം. കത്തിയൊക്കെ ഉണ്ട്. ഓടും ഞാൻ തട്ട മാമ പൊട്ടിക്കും. ഇപ്പൊ എല്ലാം തിരിച്ചാണ് വന്നത്. അപ്പൊ നമ്മള് ഇതിന് തണുത്ത വെള്ളമാണ് ആവശ്യം. അപ്പൊ നമ്മള് തണുത്ത വെള്ളം കൂടെ ഫുള്ളൊഴി. നമ്മളിവിടെ മുക്കി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ നല്ല മസിൽ പിടിച്ചിരിക്കുകയാണ്. ഇതാണ്ട നമ്മളെ ഇതിലോട്ട് നമ്മളെ മാവിലോട്ട് ഇതെങ്ങനെ ഇടുന്നു.
അത് മാറ്റെടുത്ത് ലെഗ് പീസൊക്കെ ഇഷ്ടമല്ലാന്ന് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കോട്ടിങ് എല്ലാം അവിടെ സെറ്റ് ആവുന്നുണ്ട് ഓരോന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് ഇട്ട് മാറ്റാം. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം സെക്കൻഡ് കോട്ടിങ് എടുക്കും മുന്നേ നമുക്ക് എണ്ണയും കൂടെ 1/2 ലിറ്റർ ഗോൾഡ് വിന്നർ വെളിച്ചെണ്ണ എടുത്താൽ അതിന്റെ വെളിച്ചെണ്ണ ചുവ വരും. അതുകൊണ്ട് നമ്മൾ ഞാൻ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയാണ് 1/2 ലിറ്റർ ഒഴിക്കുന്നത്. വീട്ടിൽ ചെയ്യുമ്പം അവരവരുടെ ആവശ്യത്തിന് എടുത്താൽ മതി. വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് ആ കുമ്പളകളൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതാ ഇങ്ങനെ തൂക്കുന്നു. ഒരിക്കൽ കൂടി നമ്മൾ കോട്ട് ചെയ്ത് അതിനകത്തുള്ള പൊടികളെല്ലാം നല്ല മാക്സിമം കുടഞ്ഞെടുക്കണം. നമ്മൾ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇട്ടിട്ടുണ്ട്. ഒരു സൈഡ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത്. കാരണം ഇതിലേ കരിഞ്ഞു പോവും, വേവണം. അപ്പം നമ്മൾ ആ ഫസ്റ്റ് ഇട്ട സെറ്റ് അത്രയും ബ്രോസ്റ്റഡും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഇങ്ങോട്ട് മാറ്റാം. ഇപ്പം തൽക്കാലത്തേക്ക് ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ നമ്മളെ മീനാക്ഷി ഉണ്ട്. ക്യാമറമാൻ മീനാക്ഷിയോടൊപ്പം അവിടെ വെക്കുന്നുണ്ട്. മീനാക്ഷി ലെഗ് പീസ് നിനക്ക് വേണ്ടല്ലോ അടി. ചുമ്മാ കളിക്കല്ലേ അമ്മ, നീ ലെഗ് പീസ് ഒന്നും തിന്നൂലല്ലോ. മാമൻ ചുമ്മാ കളിക്കണേ. ആരും ഒന്നും തോന്നല്ലേ അമ്മൻ്റെ അടുത്ത്. നല്ല ക്രിസ്പി ആയി അല്ലേ? ക്രിസ്പി ആയിട്ട് എടുത്തിട്ട് ക്രിസ്പി. ആദ്യത്തെ ഒരു പീസ് ഞങ്ങൾ കഴിച്ചപ്പോ ആദ്യം ഒരു ക്രിസ്പി ആയിരുന്നു. ഇതാണ് പറഞ്ഞ മനസ്സിൽ കള്ളയില്ല. ആദ്യത്തെ ഒരു പീസ് കൈയിട്ട് തിന്ന് അപ്പൊ ഒരു നല്ല ക്രിസ്പി ആയി വന്ന്. ആദ്യത്തെ എല്ലാം മാമ എടുത്ത് വെക്കണുണ്ട്. രണ്ടാമത്തെ കോട്ടിങ്ങിലും മാമ എടുത്തിടും. അങ്ങനല്ലേ അമ്മ? ഇവിടെ എല്ലാം മാവൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റ് ആക്കി വെച്ചു. അപ്പൊ ഇതിന്റെ ഇടയിലെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് വാരി അങ്ങോട്ട് എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുത്താൽ മതി. ഇവിടെ ഒത്തി തിന്നാൻ കൊതി മൂത്തുണ്ട് പറയാൻ നടക്കാണ്. ചുമ്മാ ഞാൻ ചോറൊക്കെ തിന്ന്. ലെഗ് പീസ്. അപ്പൊ ലെഗ് പീസ് നിനക്ക് വേണ്ട, മാമൻ കഴിക്കും. മാമ ചുമ്മാ തള്ളല്ലേ മാമ എന്തിരിക്കും. അല്ല എണ്ണയൊക്കെ ഇറങ്ങി അറ്റം വച്ചിട്ട് നമുക്ക് അടുത്ത സെറ്റിട്ട് കൊടുത്തല്ലോ. ഓരോ കോട്ടാൻ നമുക്കിങ്ങനെ ആദ്യം ഒരു അമ്മ വന്ന് എടുത്തോണ്ട് പോയി. അങ്ങനെ പറയാ നീ പറഞ്ഞല്ല ആദ്യം വന്ന ഒരു പീസ് അമ്മ എടുത്തോണ്ട് പോയെന്ന്. ഇല്ല, ഇപ്പൊ ഇവിടെ പൊരിച്ച ഒരു പീസ് എന്റെ അമ്മ വന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി തികയില്ല, അത് തീർന്നു പോവും. ഇനി അപ്പൊ നിന്റെ അമ്മക്ക് കൊടുക്കണ്ടേ? അത് തന്നെ. ഇനി അടുത്ത് വരുമ്പോ നമുക്ക് നോക്കാം. പിന്നെ ഇടയില് ടേസ്റ്റ് നോക്കാനൊന്നുമില്ല, ഇതെല്ലാം ഇതിന്റെ കൂടെ പോകും. ചൂടൊന്നുമില്ല, അവിടെ എല്ലാം പോകും. ഞാൻ പെട്ടെന്ന് അവിടെ ഓഫ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സ്ക്രിപ്പി ആയിരുന്നു, നല്ല സ്ക്രിപ്പി ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞ് വൈൻഡപ്പ് എങ്ങനെ പറയുന്നു? നമുക്ക് അടുത്ത വീഡിയോ കാണാം. സാധനം പൊരിച്ചു പോലും എടുത്തില്ല, അതിന് പിന്നെ അടുത്ത വീഡിയോ കാണാം. സാധനം കിട്ടി കയ്യില്. ഒരു പീസിന് 30 രൂപ.
നാളെ എന്നെ ശാപം എടുത്തു. നമ്മളെ കൂടെ വീഡിയോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം തനിപ്പണങ്ങളാണ്. എന്തായാലും മാമ എടുത്ത് ഈ ചെറുത് ഞാൻ ഇനി എത്താൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇങ്ങനെ മറിച്ചിട്ട് എടുക്കാം. ഈ ഇരിക്കുന്ന സുയികുത്ത എല്ലാം എടുത്ത് തിന്ന്. അപ്പൊ ഇതിൽ ഇത്രയുള്ള ചിക്കനാണ്. അപ്പൊ ഇതാണ് നമ്മളെ ചിക്കൻ KFC ബ്രോസ്റ്റഡ്. ചിക്കൻ. അവള് KFC. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് മയോണീസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തക്കാളി സോസ് എടുത്തിട്ടുണ്ട്. അവര് ടൊമാറ്റോ സോസ് വെച്ച് തിന്ന് നോക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ഈ 2 ലെഗ് പീസും മീനാക്ഷി എടുക്കില്ല. മീനാക്ഷിക്ക് ഇതേപോലത്തേക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. മോള് വന്നുകൊണ്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. പെട്ടെന്ന് സിമ്പിളായിട്ട് ഷോർട്സ് ഇടാന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കോമഡി ഇത്രയും കൂടെ ആകുമ്പോൾ നമുക്ക് അതൊരു വേറെ രീതിയിൽ പോകും വീഡിയോ. അതേപോലെ എപ്പോഴും വാങ്ങിച്ച് കഴിച്ച് ഇതൊരു ഡിഫറെന്റ് രീതിയും കൂടെ ആവും. പിന്നെ ഒരുപാട് വലിച്ചു നീട്ടി ബോറടിപ്പിക്കില്ല. നമുക്ക് കഴിച്ചു നോക്കാം. ഇല്ലേ എന്ത് ഓ കഷ്ണം ആദ്യം തിന്നിട്ടില്ല. കഴിച്ച് കാണിച്ചൂടെ അവരടുത്ത്. മയോണീസിൽ അങ്ങോട്ട് മുക്ക്. അപ്പം ഇന്ന് ടേസ്റ്റ് നോക്കണത് മീനാക്ഷിയാണ്. ഈ സൈഡ് അപ്പം ഇത് ഇവിടെ ഇരുന്ന മിക്കവാറും ഭയങ്കരമായിട്ട് അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നേരത്തെ കഴിച്ച് ബാക്കിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ കൊതി ഒരുപാട് വരുന്നുണ്ട്. ഞാനും ഒരു പീസ് ഇത് എടുത്തിട്ടുണ്ട്. നമ്മൾ കാണിച്ചില്ല നമുക്ക്. ബാക്കി കൊണ്ടിരുന്ന് ചൊറ കാണിക്കാണ്. കൊള്ളാം. പുറത്തുനിന്ന് ആണെക്കാട്ടും വീട്ടിലുണ്ടാക്കണേന് വേറെ ഡിഫറെന്റ് ടേസ്റ്റ്. അതുകൊണ്ട് ഈ 2 ചെറുതൊക്കെ ബുക്കഡാണ്. അതേപോലെ ലെഗ് പീസ് ബുക്കഡാണ്. ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതോടെ ഇരിക്കില്ല. മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട കാല് മാമനെ അറിയാം. സപ്പോർട്ട് കൂടെ ചെയ്യാം. അടുത്ത വീഡിയോ ചെയ്യാൻ എല്ലാവർക്കും ബൈ ബൈ.